ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കർത്താവിൽ പ്രസിദ്ധനും പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ അങ്ങനെയുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ആധികാരികമായി മറുപടി തരുവാൻ ഇന്നും നമ്മോടൊപ്പം ഉണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് 5ാമത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളാണ് ഈ സെഷനിൽ ഇന്ന് ചോദിക്കുന്നത്. അതിലൊരു ചോദ്യം ഇപ്രകാരമാണ്: വേദപുസ്തക അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് സഭാ ശുശ്രൂഷ അതുപോലെ വചന ശുശ്രൂഷ അനുവദനീയമാണ്. വാട്ട് ഡസ് ദ ബൈബിൾ സേ അബൌട്ട് വിമൻ പാസ്റ്റേഴ്സ് ആൻഡ് പ്രീച്ചേഴ്സ്? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻ to the person also who asked the question. ഈ ചോദ്യം ചോദിച്ച ആളിന് നമ്മൾക്ക് ഒരു താങ്ക് യു പറയണം. ഇത് നമ്മളെ ബുദ്ധിമുട്ടിലാക്കാനുള്ള ചോദ്യമാണ് ഈ ചോദിച്ചേക്കുന്നത്. നമ്മള് വളച്ചുകെട്ടും ഒരുപാട് ഈ ആലങ്കാരിക ഭാഷയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ നോ. എന്തുകൊണ്ട് നോ എന്ന് പറഞ്ഞു എന്നുള്ളത് അറിയണമെങ്കിൽ ഒന്ന്, ഓർഡർ ഓഫ് ക്രിയേഷൻ എന്നുള്ള കാര്യം ആദ്യം പഠിക്കണം. ഓർഡർ ഓഫ് ക്രിയേഷനിൽ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹൈറാർക്കീസ് എന്ന സംഭവമുണ്ട്. അപ്പൊ അത് നമ്മൾ വരുമ്പം ക്രിയേറ്റഡ് ആൻഡ് നോൺ ക്രിയേറ്റഡ് ബീങ്സ് എന്ന വിഷയത്തിലേക്ക് പോകണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിലെ 3 വ്യക്തിത്വങ്ങൾ അൺക്രിയേറ്റഡ് ആണ്. അവരെ ആരും സൃഷ്ടിച്ചതല്ല. അവരിൽ തന്നെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, ഹൈറാർക്കീസിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ പുത്രന് സകലതും കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ പുത്രൻ എന്ത് ചെയ്തു? സകലത്തെയും കീഴാക്കിയ ശേഷം പുത്രൻ താനും പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. പിതാവ് പുത്രനെ കീഴ്പ്പെടുത്തുകയല്ല, പുത്രൻ പിതാവിന് കീഴ്പ്പെടുകയാണ്. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു ഓർഡർ ഓഫ് സബ്മിഷൻ ഉണ്ട്, സബ്മിസീവ്നെസ് ഉണ്ട്. ഇവിടെ ദൈവത്തിന്റെ ട്രിനിറ്റിയിൽ തന്നെ. ഇനിയും ഏഞ്ചലിക് ബീങ്സിൽ അത് കാണാൻ കഴിയും. ഏഞ്ചലിക് ബീങ്സിൽ ഇതിന്റെ കാര്യം നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം ഗബ്രിയേല് ദാനിയേലിന് മെസ്സേജ് കൊണ്ടുവരുമ്പം ഗബ്രിയേൽ തടയപ്പെടുന്നു. ബാബിലോണിൽ വെച്ച് പാർസി പ്രഭുക്കന്മാർ തടയുന്നു. തന്നേക്കാൾ ഹയർ ഓർഡറിൽ ഒരാൾ വന്നാണ് തന്നെ അവിടുന്ന് റിലീസ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അവിടെ ഡിഫറൻസ് ഉണ്ട്. ഇനിയും ഈ നെക്സ്റ്റ് വരുന്ന ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാ. അവിടെയും ക്രിയേറ്റീവ് ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, ഹൈറാർക്കീസ് ഉണ്ട് ക്രിയേഷനിൽ തന്നെ. ഇനി ദൈവസഭയിലും റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹൈറാർക്കീസ് ഉണ്ട്. ഇവിടെ ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞ കാര്യം ഒരാൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതിൽ ഏറ്റവും സന്തോഷമുള്ള ആർക്കാ? സാത്താന്. അപ്പൊ സാത്താൻ എന്ത് ചെയ്യുന്നു? ഒരു അഡീഷണൽ അനോയിന്റിങ് അയാളിന് കൊടുക്കുന്നു. ഓ, എന്ത് ഭംഗിയായിട്ട് ആണുങ്ങൾ ഇത് എത്ര പറ്റുമോ? ഞാൻ ആളുകളുടെ പേരെടുത്ത് പറയാൻ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മൾ വ്യക്തി വിമർശനത്തിന്റെ ചാനലല്ല ഇത്. വസ്തുതകളായിട്ട് പറയുകയല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടച്ച് പോലും ഉണ്ടാകാൻ നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ അത്യാവശ്യം. കാരണം ഞാൻ അങ്ങനെ വിമർശകന്റെ കുപ്പായം ഇട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഐ ആം എ ക്രിട്ടിക്. ഔട്ട് ആൻഡ് ഔട്ട് ഐ എം എ ക്രിട്ടിക്.
പക്ഷെ നമ്മുടെ ഈ ചാനൽ അതിനു വേണ്ടിയുള്ള ചാനലല്ല. അതുകൊണ്ട് ഞാൻ ആരെയും പറയുന്നില്ല, പേരെടുത്ത് പറയുന്നില്ല. പക്ഷെങ്കിൽ എന്തൊരു ശുശ്രൂഷയാ, എന്തൊരു പ്രസംഗമാ! ആണുങ്ങളൊക്കെ ഇങ്ങനെ പറ്റുമോ, ആണുങ്ങളൊക്കെ ഇങ്ങനെ പറ്റുമോ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ സ്റ്റേജിൽ തിളങ്ങി നിന്ന ആളുകൾ ഇന്ന് പോലീസ് കസ്റ്റഡിയില്ല, ജയിലിൽ കിടക്കുക. അപ്പൊ ഏത് അഭിഷേകത്തിലായിരുന്നു അവർ ചെയ്തത്? പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ദൂത് കൊടുത്തപ്പോൾ, ഉപദേശം കൊടുത്തപ്പോൾ, സഹോദരിമാരെ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയ കാര്യം ചെയ്തപ്പോ സഹോദരന്മാരെക്കാൾ അവർ ശോഭിച്ചു. പെട്ടെന്ന് മറ്റു സ്ത്രീകൾക്കും ഞങ്ങൾക്ക് അതിനേക്കാളാകാമല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി. കോൺഫിഡൻസ് കം ഫ്രം ദ ഡെവിൾ ആൻഡ് ഫിയർ കംസ് ഫ്രം ഗോഡ്. കോൺഫിഡൻസ് ഡെവിളിൽ നിന്നും, ഭയം ദൈവത്തിൽ നിന്നും. അപ്പൊ ദൈവത്തെയാണ് ഈ പ്രസംഗിക്കുക, പഠിപ്പിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത്. കർത്താവിനെ സേവിക്കാനാണെങ്കിൽ, ദൈവത്തെ സേവിക്കുന്നെങ്കിൽ റിക്വയർമെന്റ് നമ്പർ 1 ഭയത്തോടെ സേവ ചെയ്യുക, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുക. എവിടെയാ ഭയം? ഭയം എന്ന് പറഞ്ഞാൽ പാമ്പിനെ കാണുമ്പോൾ പേടിയൊന്നല്ല. ദൈവവചനത്തിൽ ചെയ്യരുതെന്ന് എന്നോട് വിലക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ളതാ. വചനം എന്നോട് വിലക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ളതാ. എന്നാൽ സഹോദരിമാർക്ക് ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷകൾ കൃത്യമായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സഹോദരിമാർ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടേയില്ല. കർത്താവിന്റെ ഇന്നർ സർക്കിളിൽ സഹോദരിമാരുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം സഭയെ ഒരുമിച്ച് നിർത്തിയത് തൻ്റെ അമ്മയായ മറിയയും സഹോദരിമാരും ചേർന്നാണ്. അവർക്ക് വലിയൊരു റോള് ദൈവസഭയിലുണ്ടായിരുന്നു. ദൈവസഭയിൽ സഹോദരിമാർക്ക് വലിയൊരു റോൾ ഉണ്ടായിരുന്നു. റോമാലേഖനത്തിൽ ക്രിസ്തുവിൽ സ്ത്രീയുമില്ല പുരുഷനുമില്ല, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് ദൈവസഭയെ അനുവദിക്കുന്നില്ല. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ദൈവസഭ അനുവദിക്കുന്നില്ല. നോ, അബ്സല്യൂട്ട്ലി ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ദൈവസഭയ്ക്കകത്ത് പറ്റത്തില്ല. പക്ഷെങ്കിൽ ഓരോരുത്തർ ചെയ്യാനുള്ള റോൾസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഹൈറാർക്കീസ് ഉണ്ട്. അതെവിടെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ? കൊരിന്ത്യർ ലേഖനത്തിൽ വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇനി കുറെ കൂടെ വ്യക്തമായിട്ടത് 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ അബ്സല്യൂട്ട്ലി ക്ലിയർ ആയിട്ട് ക്രിസ്ത്യൻ ചേർച്ചസിന്റെ മാനറിസം എന്ന സംഗതി പഠിപ്പിക്കുന്നുണ്ട്. മാനറിസം. അപ്പം അവിടെ സഹോദരിമാർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ പറ്റി വിലക്ക് പറയുന്നുണ്ട്. മീൻസ് scruples. There are so many scruples that the church has. ഈ scruples എന്ന് പറഞ്ഞാൽ വിലക്കുകൾ എന്നാണ്, പാടില്ല. സ്ക്രൂപ്പിൾസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുള്ളതാണ് സാത്താന്റെ ലക്ഷ്യം. ആദ്യത്തെ സ്ക്രൂപ്പിൾ, ദ ഫസ്റ്റ് സ്ക്രൂപ്പിൾ, വിലക്ക്, ആ പഴം തിന്നെ തുടരുക. അത് തന്നെ കൊണ്ട് തീറ്റിച്ചോ, അത് തന്നെ കൊണ്ട് തീറ്റിച്ചു. ത്രൂ ഔട്ട് ഹിസ്റ്ററി ദൈവസഭയ്ക്കകത്ത് there are lot of scruples, lots of scruples. ഈ സ്ക്രൂപ്പിൾസ് വരുമ്പോൾ നമ്മളിപ്പം പഠിപ്പിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ ഈ ഫെമിനിസം എന്ന് പറയുന്ന സംഗതി ഉണ്ടായി. ഫെമിനിസം എന്ന് പറയുന്ന സംഗതി ഉണ്ടായ ശേഷം ഉണ്ടായ ദോഷങ്ങൾ. ക്രിസ്ത്യാനിറ്റിക്കുള്ള 3 വലിയ വെല്ലുവിളികൾ. രണ്ടാമത്തെ വലിയ വെല്ലുവിളിയാണ് ഫെമിനിസം. ക്രിസ്ത്യാനിറ്റിയെ തകർക്കുന്ന 3 ഫോഴ്സസ് ആവുന്നത്. ആ 3 ഫോഴ്സസിൽ അതിൽ ഏതിനെ എവിടെ എന്ന് ക്രിസ്ത്യാനിറ്റി അനുവദിച്ചോ അവിടെ എല്ലാം ക്രിസ്ത്യാനിറ്റി തകർന്നുപോയി. ആ 3 ഫോഴ്സിനെ പറ്റി സംസാരിക്കാനുള്ള സ്റ്റേജ് അല്ല ഇത്. അതിൽ രണ്ടാമത്തേതാണ് ഫെമിനിസം. ഫെമിനിസം പറയുന്നത് യു ക്യാൻ ഡു ഇറ്റ്. അത് നിങ്ങളെ ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളെ ജെൻഡറിന്റെ ബേസിസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു. ക്രിസ്ത്യാനിറ്റി ഈസ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഒരു ഡിസ്ക്രിമിനേഷൻ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ പറ്റത്തില്ല, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പറ്റത്തില്ല, ക്രീഡ് പറ്റത്തില്ല,
ഒരു ഡിസ്ക്രിമിനേഷൻ പറ്റത്തില്ല. അബ്സല്യൂട്ട്ലി നോട്ട് പെർമിറ്റഡ്. പക്ഷെങ്കിൽ സ്ക്രൂപ്പിൾസ് ഉണ്ട്, റോൾസ് റെസ്പോൺസിബിലിറ്റിന്റെ ഹൈറാർക്കീസ് ഉണ്ട്. ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ചേർച്ചസ്, ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷകന്മാര് പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ്. അത് അവരെങ്ങനെ ചെയ്യാത്തത് കൊണ്ട് സഹോദരിമാരുടെ ഇടയിൽ വ്യാപകമായിട്ട് വൈ കാണ്ട് ഐ, ഇഫ് ഐ ഡു ഇറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് ബെറ്റർ കോൺഫിഡൻസ്. ഇത് എവിടെ നിന്ന് വരുന്നതാണ്? ഇറ്റ് കംസ് ഫ്രം ദി ഡെവിൾ. അങ്ങനെ സഹോദരന്മാർ ചെയ്യുന്നതിനെക്കാട്ടിൽ ഗംഭീരമായിട്ട് ഈ ശുശ്രൂഷ ചെയ്ത് ശോഭിച്ചു നിന്നിട്ട് അവസാനം ക്രിസ്തീയ ലോകത്തിന് തീരാത്ത നാണക്കേടുണ്ടാക്കിയ ഒരു ലിസ്റ്റ് ആളുകളുടെ പേരിന്റെ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും നമ്മുടെ സ്ക്രീനിൽ പറയാൻ, ചാനൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. യെസ്, there are scruples, there are things sisters better not do it. Thank you. Thank you, sir. അടുത്ത ചോദ്യവും പ്രേക്ഷകരിൽ നിന്ന് ഉള്ള ഒരു ചോദ്യമാണ്. യെശയ്യാപ്രവചനം 43 അധ്യായം 7 വാക്യത്തിൽ ദൂരത്തു നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തു നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വചനത്തിന്റെ പൊരുൾ എന്താണ്? ഓക്കെ, ഇതൊരു പ്രവചനമാണ്. ഒന്നാമത് പ്രോഫസിയാണ്. ഈ പ്രോഫസിയെ സംബന്ധിച്ചോളം 4 സ്റ്റേജസ് ഓഫ് ഫുൾഫിൽമെന്റ് ഉണ്ട് പ്രോഫസിക്ക്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അതിന്റെ പാർഷ്യൽ ലിറ്ററൽ ഫുൾഫിൽമെന്റ്. രണ്ടാമത്തേത് അതിന്റെ അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ്. മൂന്നാമത്തത് പാർഷ്യൽ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ്. നാലാമത്തെ അൾട്ടിമേറ്റ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റ്. ഈ 4 സ്റ്റേജസിൽ കൂടാണ് ഒരു പ്രോഫസി ഫുൾഫിൽഡ് ആകുന്നത്. എസ്പെഷ്യലി അത് എൻഡ് ടൈം പ്രോഫസി ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എൻഡ് ടൈം പ്രോഫസി ആണ്. അപ്പോ ഇതിന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടി പറയാൻ പോവാണ്. AD 70 ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഡിസ്പേഴ്സ്ഡ് ആയി. AD 135 എരിച്ചിറയെ മുഴുവൻ തീർന്നു. ആ നാട് മുഴുവൻ മുള്ളും പിറക്കാരെയും കയറി നിറഞ്ഞു. ബിദോവിൻസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം നാടോടികൾ അവർ ആടിനെ തീറ്റിക്കൊണ്ട് അതിൽ നടന്നു. ആർക്കും താമസിക്കാനൊക്കത്തില്ല അവിടെ. നാടിന്റെ പ്രത്യേകത, യഹൂദൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ നാട് പണി മുടക്കും. അതൊന്നും വിളയിപ്പിക്കത്തില്ല. ആകാശം അടയും, പിന്നെ മഴ പെയ്യത്തില്ല. യഹൂദൻ തിരിച്ചു വന്നെങ്കിലും മഴ പെയ്യത്തുള്ളൂ. അവന്റെ കാല് ചവിട്ടിയെങ്കിലേ ആ മണ്ണിൽ എന്തെങ്കിലും ഉണ്ടാകത്തുള്ളൂ. വേറെ ആരെത്ര കിടന്ന് ശ്രമിച്ചാലും ഒരു കാന്താരി കൊല്ലം അവിടെ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഒരു മുളക് ചെടിയെ അവിടെ വളർത്തും, വെറും കള്ളിമുള്ളല്ലാതെ. അപ്പൊ അങ്ങനെ അവിടെ കിടന്നു 1900 വർഷം. 1900 വർഷം കഴിഞ്ഞ് ദൈവം യഹൂദിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ ഭാഗമായി യഹൂദനെ ലോകത്തിലെ 100 അധികം രാജ്യങ്ങളിൽ നിന്ന് പറക്കി കൊണ്ടുവന്ന് അവിടെ നട്ടു. തിരിച്ച് ദൂരത്തുനിന്ന് എൻ്റെ മക്കളെ പാർശ്വത്തിൽ വഹിച്ച് ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവരുമെന്ന് അവിടെ. അങ്ങനെ 1948 മെയ് മാസം 14 ഇസ്രായേൽ രാജ്യം ഫോം ചെയ്യപ്പെട്ടു. ഇത് അവരുടെ പാർഷ്യൽ ലിറ്ററൽ കമ്മിങ് ബാക്ക് ആണ്. ഈ പ്രവചനത്തിന്റെ പാർഷ്യൽ ലിറ്ററൽ ഫുൾഫിൽമെന്റ് ആണ്. ഈ പ്രവചനത്തിന് ഒരു അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ് ഉണ്ട്. അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ് ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ ഓഡിയൻസിന് എല്ലാവർക്കും ഇതൊരു ഷോക്കിംഗ് ഇൻഫർമേഷൻ ആയിരിക്കും. ടു എവ്രി വൺ ഓഫ് യു. ഇത് 17th സെഞ്ച്വറിയിൽ ഒരു റാബായി 17th സെഞ്ച്വറിയിൽ പ്രോഫസി പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എൻഡ് ടൈമിൽ, നമ്മളിപ്പോൾ നടക്കുന്ന എൻഡ് ടൈമിൽ ഇപ്പൊ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അന്ത്യകാലത്ത് ഈ യുദ്ധം ചെന്ന് അവസാനിക്കാൻ പോകുന്നത് ഒരു
12 minutes war. 12 minutes war. ഉം. 12 minutes. ആ 12 minutes വാറിൽ ഇസ്രയേല് തകർന്നരിപ്പണമാകും. അവരുടെ 2/3 തീരും. ബാക്കിയുള്ളവർ ലോകം മുഴുവൻ പ്രവാസികളായിട്ട് പോകും. ഉം. അത് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അന്ത്യമാകുമ്പോഴേക്കാണ്. മുഴുവൻ പേരും തീർന്നു. എതിർ ക്രിസ്തുവിന്റെ അവസാനം കുറിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഉം. അർമഗദോൻ യുദ്ധത്തിൽ എതിർ ക്രിസ്തുവിനെ അവന്റെ ആളുകളെ മുഴുവൻ തകർത്തിട്ട, അതിനെപ്പറ്റിയാണ് ഏശയ്യാപ്രവചനത്തിൽ ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നവൻ ആരെന്നുള്ള പ്രവചനം. ഉം. ആ നിവർത്തീകരണം കഴിഞ്ഞിട്ട് ലോകം മുഴുവൻ ചിതറിപ്പോയ യഹൂദനെ അരിപ്പ കൊണ്ടരിച്ച് ഇസ്രായേൽ ദേശത്ത് തിരിച്ചു കൊണ്ടുവരും. ഉം. അതവരുടെ അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ്. Literal fulfillment. യഹൂദൻ, ലോകം മുഴുവനുള്ള യഹൂദൻ തിരിച്ച് അവർക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആ ദേശത്ത് വരും. ഇനി ഇത് കഴിഞ്ഞ് അതിൻ്റെ പാർഷ്യൽ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ കർത്താവിനെ സ്വീകരിച്ച ക്രിസ്ത്യാനികളായി മാറുന്നവരുടെ കാര്യം. അത് കഴിഞ്ഞ് പുതിയ നിയമ യെരുശലേം, പുതിയ യെരുശലേം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് വരുമ്പോൾ കംപ്ലീറ്റ് വരും, തിരികെ ആ വീട്ടിനകത്ത് വരും. ഇങ്ങനെ 4 സ്റ്റേജസിലായിട്ടാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഫുൾഫിൽമെന്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് സ്റ്റേജ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുമ്പം, തേർഡും ഫോർത്തും സ്റ്റേജ് അത് സ്പിരിച്വൽ ആയതുകൊണ്ട് അത് പ്രോഗ്രസീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. That's what it means. Okay. So thank you very much, sir. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോൾ പറയുമ്പോഴൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലാത്ത ഒരുപാട് ടെർമിനോളജി ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. അതെല്ലാം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഇരിക്കാൻ പോയി ഇത് ബൈബിൾ ക്ലാസ് ആയി പോകും. അതുകൊണ്ട് ഈ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ജോയിൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി detailed explanation. Okay. Thank you. So thank you, sir. അതുപോലെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ചോദ്യം പ്രേക്ഷകരെ ചോദിച്ചിട്ടുണ്ട്. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന്റെ ഒരു പുസ്തകം എന്തുകൊണ്ടാണ് ബൈബിളിൽ ഇല്ലാത്തത്? അതൊരു സിമ്പിൾ ആൻസർ ആണ് കേട്ടോ. ഈ ബൈബിൾ എന്ന് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന 66 പുസ്തകങ്ങൾ എന്തുകൊണ്ട് അതിനകത്ത് വന്നത് എന്ന് ചോദിക്കാൻ മതി. ഈ 66 പുസ്തകങ്ങളിലും കേട്ടോ, 66 പുസ്തകങ്ങളിലും ദൈവം പറഞ്ഞതായ വാക്കുകളുണ്ട്. നമുക്ക് ഏറ്റവും ചെറിയ പ്രവചന പുസ്തകമായ ഒബദ്യാവ് എടുക്കാം. ദൈവം പറഞ്ഞ ദൈവത്തിന്റെ വാക്കുകളുണ്ട്. ഈ 66 പുസ്തകങ്ങളിൽ എന്തുണ്ട്? ദൈവം പറഞ്ഞ. അത് ദൈവത്തിന്റെ പുസ്തകമാണെങ്കിൽ ദൈവം പറയണ്ടായോ? Thus saith the Lord, യഹോവ ഇങ്ങനെ കൽപ്പിക്കുന്നു. അതുകൊണ്ട് പക്ഷെങ്കിൽ എപ്പഗ്രാഫിക് എന്ന് പറയുന്ന ഈ പുസ്തകങ്ങളുണ്ട്. അത് വരുന്ന ഇതാണ്. ഇതിനകത്ത് ദൈവം പറഞ്ഞു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഈ പുസ്തകത്തിൽ, ഹാനോക്കിന്റെ പുസ്തകത്തിൽ പ്രോബ്ലം എന്താ? ദൈവം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അപ്പൊ ഈ 66 പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർ യാസ്റ്റിക് മാനദണ്ഡം വെച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ ഒരു കൊട്ടേഷൻ ഉണ്ട് അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ദൈവത്തിന്റെ പുസ്തകം വാങ്ങുന്നത്? ദൈവമല്ലേ പറയേണ്ടത് എന്റെ പുസ്തകമാണെന്ന്? ഞാൻ പറഞ്ഞാകുമോ? ഇല്ലല്ലോ, ഞാൻ പറഞ്ഞാകത്തില്ല. ദൈവത്തിന്റെ ഒപ്പുള്ളതാണ് ബാക്കി 66 പുസ്തകങ്ങളും. ഇതിനകത്ത് ദൈവത്തിന്റെ കയ്യൊപ്പില്ല, എൻഡോഴ്സ്മെന്റ് ഇല്ല. ദൈവം പറഞ്ഞതായ ഒന്നും അവിടെ കോട്ട് ചെയ്തിട്ടില്ല, ഉദ്ധരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, റെഫർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഹാനോക്കിന്റെ പുസ്തകത്തിന് ചേർക്കാത്തത്. കഴിഞ്ഞ സെഷനില് ദൈവം ഏതേനില് പിശാചിനെ എന്തുകൊണ്ട് പ്രവേശനം അനുവദിച്ചു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സാറ് അതിന് വ്യക്തമായിട്ട് ഒരു മറുപടിയും തന്നു.
ബട്ട് അതിനെ തുടർന്ന് പ്രേക്ഷകരിൽ നിന്നൊരു ചോദ്യമുണ്ട്. ഉം. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു എതിരാളി വേണോ? അതായത് ശത്രു വേണോ? പരീക്ഷയിൽ വിജയിക്കാൻ പരീക്ഷ വേണം, പരീക്ഷ നടത്താൻ പരീക്ഷകനും വേണം, അതായത് സാത്താൻ. ഇതിന്റെ വിശദീകരണം എന്താണ്? ഓക്കെ, ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് പ്രവർത്തിക്കാൻ ശത്രു വേണം. ദൈവത്തിന് യാതൊരു നിർബന്ധവുമില്ല. ദൈവത്തിന് യാതൊരു നിർബന്ധവുമില്ല. ശത്രു ഉണ്ടെങ്കിലേ ഞാൻ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് അങ്ങനൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ ദൈവത്തെ കൊണ്ട് പ്രവർത്തിക്കരുത് എന്ന നിർബന്ധം ആർക്കുണ്ട്? ശത്രുവിനുണ്ട്, അല്ലേ? ദൈവത്തിന് ശത്രു ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാവുന്ന യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്താലും അത് ഫ്രൂട്ട്ഫുൾ ആകരുത്, ഫലവത്താകരുത് എന്ന് ദൈവത്തോട് വാദിക്കുന്ന ഒരു ശത്രുവുണ്ട്. അതാണ് ഫാക്ട്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. അല്ല, എങ്ങനെ ശത്രുവില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ശത്രുവില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല എന്ന് ചിന്തിക്കരുത്. പിന്നെ വെള്ളക്കാരുടെ ഇടയിൽ ഈ സ്മോക്കിംഗ് തുടങ്ങിയ കാലത്ത് രണ്ട് പുകയെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൊണ്ട് ആലോചിക്കാൻ പറ്റത്തില്ലെന്ന് ആൾക്കാർ പറയുമായിരുന്നു. ആ കാലത്ത് ഏബ്രഹാം ലിങ്കൻ പറഞ്ഞു, അമേരിക്ക രണ്ടായിട്ട് വെട്ടിമുറിക്കാൻ പോവാണ്. ഇത് തടയാൻ, ഈ പ്രശ്നം എങ്ങനെ തടയാമെന്ന് ചിന്തിക്കാൻ എനിക്ക് സിഗരറ്റ് വലിക്കേണ്ട ആവശ്യമില്ലെന്ന്. ദൈവത്തിന്റെ കാര്യം പ്രവർത്തിക്കാൻ ഒരു ശത്രുവിന്റെ ആവശ്യമില്ല. ശത്രുവിനാണ് ദൈവത്തെ താഴെയുള്ള ആഗ്രഹം. Okay. Thank you very much, sir. Hope this session was a great blessing to you. പ്രേക്ഷകർ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. തുടർന്നുള്ള സെഷനിൽ ബാബു സർ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, തരുന്നതായിരിക്കും. Thank you very much. May God bless you. You too. Bye. Bye-bye.